ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോണാസ് ക്രിയേറ്റീവ് ഹബ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചുമന്നുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടിയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച ഇടിയിറച്ചിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി അഥവാ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നേരിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.